ഹായ് ഹലോ, എന്തൊക്കെ വർത്തമാനങ്ങൾ? അപ്പോൾ എന്തായാലും 2-3 ദിവസമായിട്ട് തോരാത്ത മഴയാണ്. ഒരു 2-3 ദിവസം മുമ്പ് തോർച്ച കണ്ടു കഴിഞ്ഞപ്പോൾ ചില പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. സോളാർ ഇതുവരെ നമ്മൾ റണ്ണിങ് ആയിട്ടില്ല, കമ്മീഷൻ ചെയ്തിട്ടില്ല. ഇൻസ്റ്റാളേഷൻ ഫുള്ളായിട്ട് കഴിഞ്ഞു, കമ്മീഷനിങ് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ മാസം തന്നെ അതുണ്ടാവും. സോളാറിന് പുറകെ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് കാറ് അതും അധികം വൈകാതെ തന്നെ ഉണ്ടാവും. അതിനൊക്കെ കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് കാണുന്നു നമ്മളുടെ എ-ഫ്രെയിം വീട്. ഈ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പിലേക്ക് സിറ്റ് ഔട്ട് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റ് ഔട്ടിനുള്ള അളവിനുള്ള കുറ്റി അടിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇത് ഈ സൈഡിൽ നമ്മൾ ഒരു അടുക്കള, സിറ്റ് ഔട്ട്, പുകപ്പര, ബാത്റൂം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള കുറ്റി അടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഷീറ്റൊക്കെ ഇനിയിപ്പോൾ സിറ്റ് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഷീറ്റെല്ലാം നമ്മൾ ഒഴിവാക്കും കേട്ടോ. ഈ ഷീറ്റൊക്കെ ഒഴിവാക്കിയിട്ട് അത്യാവശ്യം മുന്നിലേക്ക് ഇതേപോലെ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെയാണ്, ഒരു ചെറിയ വരും കേട്ടോ മുമ്പിലേക്ക്. ഫ്രണ്ടിലേക്ക് ഈ കാണുന്ന കുറ്റിയും ഈ കാണുന്ന 4 മീറ്ററാണ് സിറ്റ് ഔട്ടിൻ്റെ നീളം. വീതി കുറവാണ്, 4 അടിയേ വീതിയുള്ളൂ. കാരണം നമ്മളുടെ ഇതിൻ്റെ ചുറ്റളവ്, വീടിൻ്റെ ചുറ്റളവ് ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ ആ കണക്ക് ഈ 4 അടിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കണക്ക് വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത്. ഇതാ സൈഡിൽ അടുക്കളയുടെ പോർഷനാണ്. ഈ കള്ളി തിരിച്ചിരിക്കുന്നത് വർക്ക് ഏരിയ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് 2 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ചെയ്തത് കേട്ടോ. ഇത് വർക്ക് ഏരിയ, ഇത് അടുക്കള, അതിൻ്റെ നേരെ പുറകിൽ പുകപ്പര, ഈ സൈഡിൽ ബാത്റൂം. പുകപ്പരയുടെയും ബാത്റൂമിൻ്റെ വാതിൽ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കയറുന്ന രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഷീറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ മുകളിലേക്ക് കാണുന്ന ഷീറ്റ് ഉണ്ടല്ലോ, ഈ മുകളിൽ കാണുന്ന ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് അങ്ങനെ സ്ലോപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഇവിടേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമുക്ക് വിറകൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയും കൂടെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് എവിടെയെങ്കിലും മുക്കിലുള്ള ഒരു സ്പേസ് ഉണ്ടാവും. ഇതാണ് നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെ അകലം വരുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ ഈ താഴത്തല്ല മുകളിലത്തെ സ്റ്റെപ്പിൻ്റെ പകുതി വരെയാണ്, ഏകദേശം ഇതിൻ്റെ പകുതി വരെയാണ് നമ്മൾ സിറ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഹൈറ്റ് കൊടുക്കുന്നുള്ളൂ ഇതിൻ്റെ പകുതി വരെ. ടൈല് വരുമ്പോൾ ഈ ലെവലിൽ വരും. ആ രീതിക്കാണ് ചെയ്യുന്നത്. സോളാർ പിന്നെ വേറെ പ്രത്യേകിച്ച് അപ്ഡേഷനും കാര്യങ്ങളൊന്നുമില്ല. സംഭവം വർക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണക്ഷനും കാര്യങ്ങളെല്ലാം ഒന്നും കൊടുത്തിട്ടില്ല. നമ്മുടെ സോളാർ മീറ്ററും വരണം, KSEBയുടെ നെറ്റ് മീറ്ററും വരണം. ഇതാണല്ലോ ഈ മീറ്റർ മാറ്റും. ഈ മീറ്റർ മാറ്റിയിട്ട് KSEBയുടെ നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ആ സാധനം ഇതിനകത്ത് വയ്ക്കും. പിന്നെ നമ്മളുടെ ഇഞ്ചിയൊക്കെ മുള പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി നട്ടതൊക്കെ മുള പൊട്ടി, പയർ നട്ടതെല്ലാം കിളുത്ത് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ അവിടെയെല്ലാം നമ്മൾ ചെറിയ രീതിക്ക് പച്ചക്കറി കാര്യങ്ങൾ, വെണ്ട, മത്തൻ, വെള്ളരി, പയർ, കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. ഒഴിവുള്ള സമയത്തൊക്കെ ഓരോന്ന് നടുകയൊക്കെ ചെയ്യും. പിന്നെ അതെല്ലാം പയറെല്ലാം പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. കപ്പയുടെ തണ്ട് കാണുന്നുണ്ട്. അങ്ങനെ ഓരോ പരിപാടി. എന്നിട്ട് നമ്മളുടെ ഈ സോളാർ ഈ സൈഡിൽ ചെയ്തിരിക്കണേ. ഇതേപോലെ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഇനി ഇത് ചെയ്യും, കിച്ചൺ ചെയ്യുന്നത്. ഈ സോളാറിൻ്റെ അടിയിൽ ഇനി നമ്മൾ കാർ പോർച്ച് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ഷീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീതി ഒന്നും കൂടെ ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്ക് വരെ നീട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അത് ചെയ്യുന്നുള്ളൂ. കാരണം വരുന്നവർക്ക് ഇനി അതൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് അപ്ഡേഷൻ. അപ്പോൾ എന്തായാലും ഈ മഴ ഒന്ന് തോരുകയാണ്. ഇനിയിപ്പോൾ കർക്കിടകം സ്റ്റാർട്ട് ചെയ്തു.
മഴ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും കർക്കിടകം പകുതി ആകുമ്പോഴേക്കൊക്കെ പണി തുടങ്ങണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കാം. അപ്പോൾ കാത്തിരിക്കുക. അധികം വൈകാതെ സോളാറിൻ്റെ കമ്മീഷൻ കഴിഞ്ഞ് സോളാർ വർക്കാവുന്നതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് അധികം താമസിയാതെ വരുന്നതാണ്. ആ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും. വീണ്ടും ബൈ ബൈ.